മോട്ടിവേഷൻ ആവുക എന്നതാണ് ഈ സൈനിക സ്കൂളിൽ സംബന്ധിക്കുന്ന പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ ദരിദ്രരായ യുവാക്കളെ ആത്മവിശ്വാസം വളർത്തുക, അതുവഴി അവരെ സമൂഹത്തിലെ എല്ലാ രീതിയിലും പ്രാപ്തരാക്കുക എന്നതുമാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മുടെ അബ്ബാസ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടി നമ്മൾ പല ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു. മനുഷ്യരായ സഹോദരന്മാർ അവർക്ക് ഇന്ന് പരിപാടിക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് വലിയ സന്തോഷം. നമുക്ക് രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളുമായി സംസാരിക്കുന്നതിൽ അവരുടെ കുട്ടികളോട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് രക്ഷിതാക്കളോടും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ 10ാം ക്ലാസ് വരെ പഠിക്കും, പിന്നെ +2 പോകും, പിന്നെ ഡിഗ്രിക്ക് പോകും, പറ്റുന്നവർക്ക് PG പോകും. അവസാനം ഈ പറയപ്പെട്ട 10ാം ക്ലാസ് ജയിച്ചവരും PG കഴിഞ്ഞവരും എത്തിപ്പെടുന്നത് ഒന്നുകിൽ പെയിന്റിങ്, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ വിൽപ്പന, അല്ലെങ്കിൽ ഏതെങ്കിലും മാളിൽ സെയിൽസ്മാൻ, ഇങ്ങനത്തെ പരിപാടി. വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചുള്ള അഭിമാനകരമായ ഒരു ജോലി നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഒക്കെയാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ പറഞ്ഞതിൽ അനുസരിക്കാത്ത ഒരുപാട് രക്ഷിതാക്കൾ എന്നോട് വരാൻ പറയുന്നുണ്ട്. ഒന്നാം ക്ലാസ്സുള്ള കാര്യം ഇപ്പം 10ാം ക്ലാസ് +2 ഞങ്ങളോട് പറയുകയാണെന്ന് ചെയ്യുന്നത് വേറെ ഒരു അവർ കൂട്ടുകാരെന്താണോ പറയുന്നത്, അതല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്കൂൾ ടീച്ചർമാരെന്താണോ പറയുന്നത്, അതാണ് അവർ പ്രധാനം. ബാപ്പയായ ഞാനും അടിമയായും ഞാൻ മാറിയപ്പോൾ ആ മക്കൾ രക്ഷിതാക്കൾ എന്താണോ ആ മക്കളോട് പറയുന്നത് അതവർ ഉൾക്കൊള്ളുന്നില്ല, അതത് അനുസരിക്കുന്നു. ഇതൊരു സത്യമാണ്, നമുക്ക് അറിയുന്ന സത്യമാണ്. കാരണം അതാണ് സത്യം. ആ ഏതെങ്കിലും മാസമായിട്ട് 1 മാസം പറഞ്ഞു ഇതൊരു ഗ്യാപ്പ് ഉണ്ട്, രക്ഷിതാക്കളും മക്കളും ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ചെയ്യണമെന്നറിയാതെ കുറേ ബന്ധിതരായ വിദ്യാർത്ഥികൾ വളരെ വിഷമമാണ്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യം ഉള്ളതായ ഒരു തോന്നിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 വിദ്യാഭ്യാസത്തിന് ശേഷം എന്ത് ചെയ്യണം എന്ന് ബന്ധിതരായുള്ള യുവാക്കൾക്ക് അറിയുന്നു. ഏത് ഉദ്യോഗം തിരഞ്ഞെടുക്കണം അതിനുള്ള ഒരു അറിവില്ലാത്തതുപോലെ വളരെ നിസ്സാരമായ രീതിയിൽ പോലുള്ള ഞാൻ വിവാഹം ചെയ്ത് കുട്ടി ഒരു കേളിച്ചെട്ടിൻ്റെ കുട്ടി ജനിക്കുകയാണെങ്കിൽ ഈ കുട്ടിയെ നമുക്ക് ബന്ധിതരാകാൻ സാധിക്കും. ഞാൻ ബന്ധിതനാണ്, എൻ്റെ പ്രായം ബന്ധിതയാണ്. ഞങ്ങൾക്ക് കുട്ടി കേളിച്ചെട്ടിയുള്ള കുട്ടിയാണെങ്കിൽ അത് കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. ഞങ്ങൾ കേളിച്ചെട്ടിയിലാണ്, എൻ്റെ കുട്ടി കേളിച്ചെട്ടിയുള്ളതാണ്, ഞാൻ കുട്ടിയാണ് എന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടി കേളിച്ചെട്ടിയുള്ളവരാണെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. സയൻസ് സ്കൂൾ യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ഘാടനം ശ്രീ വിജയ് വർമ്മ നിർവഹിക്കുന്നതാണ്.
അഭിപ്രായം നമ്മുടെ യൂട്യൂബ്